ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാഹിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്രോസ്റ്റ് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ തൊലിയോട് കൂടിയുള്ള ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടിയും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു ബൗളിൽ ഇനി മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1/4 ടീസ്പൂൺ ഉപ്പും 2-3 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിൽ 1 കപ്പ് മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടിയും 3 ടേബിൾ സ്പൂൺ ഓട്സും 1/4 ടീസ്പൂൺ ഗരം മസാലന്റെ പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസസും നമുക്ക് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ആണ് ഇതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ചിക്കൻ പീസസും നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതേ പൊടിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 കോട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ചിക്കൻ പീസസും നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് പൊടിയിലും ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30-35 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിനി മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. താങ്ക് യു.